Hi all, welcome to iPlus Training Solutions. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. First question, if a check is crossed as account payee, it is a direction to option A, payee and paying bank, option B, payee and collecting bank, option C, drawee and paying bank, option D, drawer, paying and collecting bank. നമ്മൾ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് പറയാം. ക്രോസിംഗ് refers to drawing two parallel transverse lines on the left corner of the check without mentioning the words account payee and company not negotiable etc. ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെക്കിൽ നമുക്ക് ചെക്കിൻ്റെ ലെഫ്റ്റ് കോർണറിൽ രണ്ട് പാരലൽ ട്രാൻസ്ഫേഴ്സ് ലൈൻസ് വരയ്ക്കാവുന്നതാണ്. അതിനകത്ത് അക്കൗണ്ട് പേയെന്നോ ആൻഡ് കമ്പനിയെന്നോ നോട്ട് നെഗോഷ്യബിൾ എന്നോ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് എഴുതി ചേർക്കാവുന്നതാണ്. ഇവിടെ അക്കൗണ്ട് പേയി ക്രോസിംഗ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അക്കൗണ്ട് പേയി ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടിംഗ് ബാങ്കറിന് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ്. അതായത് കൃത്യമായിട്ട് പൈസ കളക്ട് ചെയ്ത് ആരുടെ അക്കൗണ്ടിലേക്ക്, ഏത് വ്യക്തിയുടെ അക്കൗണ്ടിലേക്കാണോ ഇടാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ട് പേയി ക്രോസിംഗ് എന്ന് പറഞ്ഞ് ക്രോസ് ചെയ്യുന്നത്. അത് കളക്ടിംഗ് ബാങ്കറിന് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ്. കളക്ടിംഗ് ബാങ്ക്, ഡ്രോവർ ആൻഡ് പേയിങ് ആൻഡ് കളക്ടിംഗ് ബാങ്കാണ് ഇതിന് ആൻസർ വരിക. ഡ്രോവർ, പേയിങ് ആൻഡ് കളക്ടിംഗ് ബാങ്ക്. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ഉറപ്പുവരുത്താനാണ്. മനസ്സിലായോ? അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ റോങ് ആയിട്ടാണ് കളക്ടിംഗ് ബാങ്കർ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, റോങ് ആയിട്ടുള്ള അക്കൗണ്ടിലേക്കാണ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി കളക്ടിംഗ് ബാങ്കർക്ക് ഉള്ളതാണ്. അപ്പോൾ ഇഫ് എ ചെക്ക് ഈസ് ക്രോസ്ഡ് ആസ് അക്കൗണ്ട് പേയി, ഇറ്റ് ഈസ് എ ഡയറക്ഷൻ ടു കളക്ടിംഗ് ബാങ്കറിന് നമുക്ക് പറയാം. കളക്ടിംഗ് ബാങ്കറിനുള്ള എന്താണ് ഇൻസ്ട്രക്ഷനാണ് അക്കൗണ്ട് പേയി ക്രോസിംഗ് എന്ന് പറയണത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇതിന് ആൻസർ എന്താ വരിക? ഡ്രോവർ, പേയിങ് ആൻഡ് കളക്ടിംഗ് ബാങ്ക്. അടുത്തത്, in terms of revised KYC guideline of Reserve Bank of India, the following is not an officially valid document for name and address proof of customer. Option A, voter's identity card, option B, driving license, option C, permanent account number card, and option D, passport. KYC ഗൈഡ്ലൈൻസ് പ്രകാരം, റിസർവ് ബാങ്കിൻ്റെ KYC ഗൈഡ്ലൈൻസ് പ്രകാരം ഇതിലെ ഏത് ഡോക്യുമെൻ്റ് ആണ് ഒഫീഷ്യലി വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്? അതായത് ഒരു കസ്റ്റമറിൻ്റെ അഡ്രസ് പ്രൂഫ്, നെയിം ആൻഡ് അഡ്രസ് പ്രൂഫ് നോക്കുമ്പോൾ നമ്മൾ ഇതിലൊരു ഡോക്യുമെൻ്റ് മാത്രം ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേതാന്ന് നോക്കാം. ഓപ്ഷൻ എ, വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡ്, ഓപ്ഷൻ ബി, ഡ്രൈവിംഗ് ലൈസൻസ്, ഓപ്ഷൻ സി, പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ ആൻഡ് ഓപ്ഷൻ ഡി, പാസ്പോർട്ട്. ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണെന്ന് അറിയാമോ? പാൻ ആണ് ഇതിൻ്റെ ആൻസർ വരിക. പാൻ, പെർമനൻറ്റ് അക്കൗണ്ട് നമ്പറാണ് ഇതിൻ്റെ ആൻസർ വരിക. അണ്ടർ current regulation, a PAN card is not classified as officially valid document. PAN provides identity details, but it lacks detailed address information for KYC updates. ഓക്കെ, അപ്പോൾ പാനിൽ കറക്റ്റായിട്ടുള്ള KYC അപ്ഡേറ്റ്സിന് വേണ്ട കറക്റ്റായിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസും ഉണ്ടാവില്ല, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെൻ്റ് ആയിട്ട് പാനിനെ കണക്കാക്കുന്നില്ല എന്നാണ് പറയണത്. അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ നെയിം ആൻഡ് അഡ്രസ് പ്രൂഫ് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആയിട്ട് പാനിനെ കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഇതിൻ്റെ ആൻസർ പാൻ. ഇതിൻ്റെ ആൻസർ പാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 153. Banking Ombudsman is appointed by option A, Reserve Bank of India, option B, Indian Banks Association, option C, Ministry of Finance, option D, Securities and Exchange Board of India. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ബാങ്കിങ് ഒംബുഡ്സ്മാൻ നിലവിൽ വരുന്നത് 14th June 1995 14th June 1995 ബാങ്കിങ് ഒംബുഡ്സ്മാൻ നിലവിൽ വന്നത്. ഗോയ്പുരിയ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നിലവിൽ വന്നത്. സെക്ഷൻ 35A ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം, സെക്ഷൻ 35A ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരമാണ് ബാങ്കിങ് ഒംബുഡ്സ്മാൻ സ്കീം നിലവിൽ വന്നത്. അതേപോലെ തന്നെ റെമ്യൂണറേഷനും മറ്റു പെർക്വിസിറ്റ്സും, ബാങ്കിങ് ഒംബുഡ്സ്മാൻ്റെ റെമ്യൂണറേഷനും മറ്റു പെർക്വിസിറ്റ്സും ഡിറ്റർമൈൻ ചെയ്യുന്നത് RBI ആണ്. ഇവരുടെ ടേം എന്ന് പറയുന്നത് 3 years ഓർ ഫെർദർ എക്സ്റ്റൻഷൻ ഓഫ് 2 years till 65 years. 3 വർഷം വരെയാണ് കൊടുക്കുന്നത്. സാധാരണഗതിയിൽ വേണമെങ്കിൽ 2 വർഷവും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ മാക്സിമം 65 വയസ്സ് വരെയാണ് ബാങ്കിങ് ഒംബുഡ്സ്മാൻ എന്ന് പറയുന്ന പദവിയിൽ, ബാങ്കിങ് ഒംബുഡ്സ്മാൻ എന്ന് പറയുന്ന പദവിയിൽ ഒരു വ്യക്തിക്ക് നിലകൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്കിങ് ഒംബുഡ്സ്മാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്?
RBI ആണ്. അവരുടെ സാലറി പെർക്വിസിറ്റ്സ് ഒക്കെ തീരുമാനിക്കുന്നതും RBI ആണ്. നിലവിൽ വന്നത് 14th June 1995 ഗോയ്പുരിയ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 35A പ്രകാരമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ നിലവിൽ വന്നിരിക്കുന്നത്. പീരീഡ് എന്ന് പറയുന്നത് 3 years ആണ്. ഫർദർ എക്സ്റ്റൻഷൻ വേണമെങ്കിൽ 2 years കൂടി കൊടുക്കാം. മാക്സിമം ഓഫ് 65 years old. ഓക്കെ, അതേപോലെ ഈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ സ്കെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനും RRBസിനും സ്കെഡ്യൂൾഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സിനും കൂടിയാണ്. ഓക്കെ, സ്കെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, RRB ആൻഡ് സ്കെഡ്യൂൾഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the full form of DEF account maintained by RBI? ഡെഫ് അക്കൗണ്ട് RBI മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡെഫ് അക്കൗണ്ട് ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡിപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ആക്സിഡൻറ്റ് ഫണ്ട്, ഓപ്ഷൻ ബി ഡിപ്പോസിറ്റേഴ്സ് ഏർണിംഗ് ആൻഡ് അവയർനെസ് ഫണ്ട്, ഓപ്ഷൻ സി ഡിപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട്, ഓപ്ഷൻ ഡി ഡിപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവാർഡ് ഫണ്ട്. ഇതിലേതാണ് അതിൻ്റെ ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഡെഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ബൈ RBI? ഡെഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ബൈ RBI അതിൻ്റെ ഫുൾ ഫോം ആണ് ഡിപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട്. എന്താണ് ഡിപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ടാണ് ഡെഫ് അക്കൗണ്ടിൻ്റെ ഫുൾ ഫോം. ഡെഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഡെഫ് അക്കൗണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് RBI ആണ്. ഇവിടുത്തെ പ്രത്യേകത, എനി ഡെപ്പോസിറ്റ് ദാറ്റ് ഹാസ് നോട്ട് ബീൻ യൂസ്ഡ് ഫോർ 10 years ഓർ മോർ ഇസ് ട്രാൻസ്ഫർ ടു ഡെഫ് അക്കൗണ്ട്. അതായത് 10 വർഷമോ അതിൽ കൂടുതലോ ആയിട്ടോ ഒരു വ്യക്തി തൻ്റെ അക്കൗണ്ട് യൂസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിനെ നമ്മൾ ഡെഫ് അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യും. മനസ്സിലായോ? വിച്ച് ഇൻക്ലൂഡ് സേവിങ്സ് അക്കൗണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റ്സ്, കറണ്ട് അക്കൗണ്ട് എക്സെട്ര. സേവിങ്സ് അക്കൗണ്ട് ആയാലും ഫിക്സഡ് അക്കൗണ്ട്, ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട് ആയാലും കറണ്ട് അക്കൗണ്ട് ആയാലും നമ്മൾ അതിനെ 10 വർഷവും അതിൽ കൂടുതലും ആയി കഴിഞ്ഞാൽ ഡെഫ് അക്കൗണ്ടായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇനി ഡെഫ് അക്കൗണ്ടിനെ നമുക്ക് തിരിച്ച് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ KYC അപ്ഡേറ്റ്സ് ബാങ്കിന് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ഡെഫ് റീഫണ്ട് റിക്വസ്റ്റ് അതിന് അപേക്ഷിക്കുക. ഡെഫ് റീഫണ്ട് റിക്വസ്റ്റ് കൊടുക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? KYC നോംസ് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡെഫ് അക്കൗണ്ടിനെ ആക്റ്റീവ് അക്കൗണ്ടിനൊക്കെ മാറ്റാനും സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഡെഫ് അക്കൗണ്ടിൻ്റെ ഡിപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട്. ഡിപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. So question number 155. Promissory note which is payable after a certain pre-decided period is called. Option A, usance promissory note. Option B, demand promissory note. Option C, deferred promissory note. And option D, none of the above. Promissory note which is payable after a certain pre-decided period is called. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ എ, യൂസൻസ് പ്രോമിസറി നോട്ട്. അതായത് പ്രോമിസറി നോട്ട് നമ്മൾ ഒരു പ്രീ ഡിസൈഡഡ് പീരീഡിന് ശേഷം പേബിൾ ആയിട്ടുള്ള ഒരു പ്രോമിസറി നോട്ടാണെങ്കിൽ അത് ഇതിലേത് പ്രോമിസറി നോട്ടാണെന്നാണ് വരിക. യൂസൻസ് പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ പേബിൾ ഇൻ ഫ്യൂച്ചർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു പ്രീ ഡിസൈഡഡ് പീരീഡിന് ശേഷം അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ യൂസൻസ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യനും അത് തന്നെയാണ്. പ്രീ ഡിസൈഡഡ് പീരീഡിന് ശേഷം പേയ്മെൻറ്റ് നടത്തുന്നതിന് എന്ത് പ്രോമിസറി നോട്ട് എന്നാണ് പറയുന്നതെന്ന് വെച്ചാൽ യൂസൻസ് പ്രോമിസറി നോട്ടാണത്. ഇനി ഡിമാൻഡ് പ്രോമിസറി നോട്ട് എന്താണെന്ന് നോക്കാം. ഡിമാൻഡ് പ്രോമിസറി നോട്ട് എന്ന് വെച്ചാൽ എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പേ ചെയ്യണം. പേബിൾ ഓൺ ഡിമാൻഡ് ആണ് ഡിമാൻഡ് പ്രോമിസറി നോട്ട്. ഇനി ഡെഫേർഡ് പ്രോമിസറി നോട്ട് ഉണ്ട്. ഡെഫേർഡ് പ്രോമിസറി നോട്ടിൽ ഒരു ബയ്യറും സെല്ലറും കാണും. അതായത് ഡെഫേർഡ് പ്രോമിസറി നോട്ട് ഇസ് എ പ്രോമിസറി നോട്ട് ദാറ്റ് അലൗസ് ദ ബയ്യർ ടു പേ സെല്ലർ ഓവർ ആൻ എഗ്രീഡ് അപ്പോൺ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു ബയ്യർ സെല്ലറിന് പേയ്മെൻറ്റ് നടത്തണം അല്ലേ? അപ്പോൾ ബയർ സെല്ലറും കൂടി ഒരു എഗ്രീഡ് പീരീഡ് തീരുമാനിച്ചിട്ടുണ്ടാവും. ആ എഗ്രീഡ് പീരീഡിൽ പേയ്മെൻറ്റ് നടത്തും. അപ്പോൾ അങ്ങനെയുള്ള പേയ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ ഡെഫേർഡ്, അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പ്രോമിസറി നോട്ടാണ് ഡെഫേർഡ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. പിന്നെ നൺ ഓഫ് ദി എബോവ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രോമിസറി നോട്ട് വിച്ച് ഇസ് പേബിൾ ആഫ്റ്റർ സർട്ടൺ പ്രീ ഡിസൈഡഡ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് ആൻസർ എന്ത് പറയാൻ പറ്റും? യൂസൻസ് പ്രോമിസറി നോട്ട്. യൂസൻസ് പ്രോമിസറി നോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, nomination is allowed in which of the following accounts? Option A, account of a partnership firm. Option B, minor self-operated account. Option C, account of a proprietorship firm. Option D, all of the above. നോമിനേഷൻ ഇസ് അലൗഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് അക്കൗണ്ട്സ്. ഈ അക്കൗണ്ടിൽ ഏതിനാണ് നോമിനേഷൻ അല്ലെങ്കിൽ നാമനിർദ്ദേശം അനുവദിക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അക്കൗണ്ട് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം ആണോ, മൈനേഴ്സ് സെൽഫ് ഓപ്പറേറ്റഡ് അക്കൗണ്ട് ആണോ, അക്കൗണ്ട് ഓഫ് എ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേം ആണോ, ഓൾ ഓഫ് ദി എബോവ് ആണോ? നോമിനേഷൻ അനുവദിക്കുന്നത് അക്കൗണ്ട് ഓഫ് എ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേം ആണ്. അക്കൗണ്ട് ഓഫ് എ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേമിലാണ് നോമിനേഷൻ അനുവദിക്കുന്നത്. മറ്റുള്ളതിൽ നോമിനേഷൻ അനുവദിക്കാറില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, payment in due course is defined in which section of Negotiable Instrument Act? Section 8, Section 13, Section 10 and Section 9.
അതായത് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് NI ആക്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881 പ്രകാരം ഏതിലാണ് നമ്മൾ പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്, ഇത് ഏത് സെക്ഷനിലാണ് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, സെക്ഷൻ 8 എന്തിനെ പറ്റിയിട്ടാണ് പറയണത്? ഹോൾഡറിനെ പറ്റിയിട്ടാണ് സെക്ഷൻ 8 പറയണത്. അതായത് ഹോൾഡർ ഓഫ് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്, അവരെയൊക്കെയാണ് നമ്മൾ സെക്ഷൻ 8 പെടുത്തിയിരിക്കുന്നത്. ഹോൾഡേഴ്സിനെ, ചെക്ക് ഹോൾഡ് ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ പ്രോമിസറി നോട്ട് ഹോൾഡ് ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഹോൾഡ് ചെയ്യുന്ന വ്യക്തി. ഇനി സെക്ഷൻ 30 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 30 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിനെ പറ്റിയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 10 എന്തിനെ പറ്റിയിട്ടാണ്? പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് എന്തിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് എന്തിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെക്ഷൻ 10 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സെക്ഷൻ 9 പറയുന്നുണ്ട്. സെക്ഷൻ 9 ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആണ് വരുന്നത്. സെക്ഷൻ 9 ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആണ് വരുന്നത്. ഇനി സെക്ഷൻ 11 ആണെങ്കിലോ? സെക്ഷൻ 11 ആണെങ്കിൽ ഇൻലാൻഡ് ഇൻസ്ട്രുമെൻറ്റും, സെക്ഷൻ 12 ആണെങ്കിൽ ഫോറിൻ ഇൻസ്ട്രുമെൻറ്റുമാണ് പറയുന്നത്. സെക്ഷൻ 11 ആണെങ്കിൽ ഇൻലാൻഡ് ഇൻസ്ട്രുമെൻറ്റ്, സെക്ഷൻ 12 ആണെങ്കിൽ ഫോറിൻ ഇൻസ്ട്രുമെൻറ്റ്. ഇനി എൻഡോഴ്സ്മെൻറ്റ് ആണെങ്കിലോ? എൻഡോഴ്സ്മെൻറ്റ് ആണെങ്കിൽ സെക്ഷൻ 15 ആണ്. എൻഡോഴ്സ്മെൻറ്റ് ആണെങ്കിൽ സെക്ഷൻ 15 ആണ്. ജനറൽ ക്രോസിംഗ് ആണെങ്കിലോ? സെക്ഷൻ 123. ജനറൽ ക്രോസിംഗ് സെക്ഷൻ 123. സ്പെഷ്യൽ ക്രോസിംഗ് ആണെങ്കിലോ? സെക്ഷൻ 124. സെക്ഷൻ 124. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question number 158. Which of the following is a material alteration? Option A, changing from bearer to order in a checker. Option B, converting general crossing into special crossing. Option C, conversion of endorsement in blank to endorsement in full. Option D, changing from order to bearer in a checker. ഓക്കെ, നമുക്ക് മെറ്റീരിയൽ ഓൾട്ടറേഷൻ എന്താണെന്ന് നോക്കാം. മെറ്റീരിയൽ ഓൾട്ടറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റിലോ എമൗണ്ടിലോ നെയിം ഓഫ് ദി പേയിലോ മാറ്റം വരുത്തുക ചെക്കിൽ, അല്ലെങ്കിൽ ക്രോസിങ് ക്യാൻസൽ ചെയ്യുക. ഡ്രോവർ അല്ലാതെ മറ്റൊരു വ്യക്തി ക്രോസിങ് ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സ്പെഷ്യലി ക്രോസ്ഡ് ചെക്കിനെ ജനറലി ക്രോസ്ഡ് ചെക്കാക്കി മാറ്റാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിളിനോ അക്കൗണ്ട് പേ ചെയ്യുന്നോ ചെക്കിൽ എഴുതിയിരിക്കുന്നതിനെ നമ്മൾ വെട്ടിമാറ്റാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഓർഡർ ചെക്കിനെ ബെയറർ ചെക്കാക്കി മാറ്റാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയൽ പാർട്ട് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് കീറിക്കളയുക അല്ലെങ്കിൽ ടിയർ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് മെറ്റീരിയൽ ഓൾട്ടറേഷൻ എന്ന് പറയുന്നത്. മെറ്റീരിയൽ ഓൾട്ടറേഷൻ നിയമപരമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, തെറ്റാണ്. അപ്പോൾ ഇതിൽ ഏതാണ് മെറ്റീരിയൽ ഓൾട്ടറേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചേഞ്ചിങ് ഫ്രം ബെയറർ ടു ഓർഡർ ഇൻ എ ചെക്ക്, കൺവേർട്ടിംഗ് ജനറൽ ക്രോസിംഗ് ടു സ്പെഷ്യൽ ക്രോസിംഗ്, കൺവേർഷൻ ഓഫ് എൻഡോഴ്സ്മെൻറ്റ് ഇൻ ബ്ലാങ്ക് ടു എൻഡോഴ്സ്മെൻറ്റ് ഇൻ ഫുൾ, ചേഞ്ചിങ് ഫ്രം ഓർഡർ ടു ബെയറർ ഇൻ എ ചെക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ മെറ്റീരിയൽ ഓൾട്ടറേഷനായിട്ട് പഠിച്ചതാണ് എന്ത്? ചേഞ്ചിങ് ഫ്രം ഓർഡർ ടു ബെയറർ ഇൻ എ ചെക്ക്. ചേഞ്ചിങ് ഫ്രം ഓർഡർ, അതായത് ഓർഡർ ചെക്കിനെ നമ്മൾ ബെയറർ ചെക്കാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് എന്താണ്? മെറ്റീരിയൽ ഓൾട്ടറേഷൻ ആണ്. ആദ്യത്തെ ഓപ്ഷൻ നോക്കിയാൽ ബെയറർ ചെക്കിനെ ഓർഡർ ചെക്കാക്കി മാറ്റുന്നത്. ബെയറർ ചെക്കിനെ വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെക്കാക്കി മാറ്റാം. അതായത് ഏതെങ്കിലും ഒരു ആർക്ക് വേണമെങ്കിലും ബെയറർ ചെക്ക് എന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും ഹെൽഡ് ചെയ്യാമോ. പക്ഷേ ഓർഡർ ചെക്ക് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ പേയ്മെൻറ്റ് പോവുള്ളൂ. അപ്പോൾ ബെയറർ ചെക്കിനെ നമുക്ക് ഓർഡർ ചെക്കാക്കി മാറ്റാം. പക്ഷേ ഓർഡർ ചെക്കിനെ ബെയറർ ചെക്കാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? മെറ്റീരിയൽ ഓൾട്ടറേഷനായിട്ട് മാറുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Mr. X is adjourned as insolvent. We will allow the following debit or credit to the current account in his name. Option A, credit of rupees 5,000 made by Mr. Y. Option B, payment of check transferring the account to official receiver's account. Option C, payment of check signed by him on the date prior to the date of filing of insolvency. Option D, A and B only will be allowed. അതായത് എക്സ് എന്ന് പറയുന്ന വ്യക്തിനെ, മിസ്റ്റർ എക്സിനെ നമ്മൾ ഇൻസോൾവെൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു, അല്ലെങ്കിൽ അഡ്ജേൺ ചെയ്തു ഇൻസോൾവെൻ്റ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും? ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ്, അയാളുടെ കറണ്ട് അക്കൗണ്ടിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ക്രെഡിറ്റ് ഓഫ് റുപ്പീസ് 500 മെയ്ഡ് ബൈ മിസ്റ്റർ വൈ. മിസ്റ്റർ വൈക്ക് മിസ്റ്റർ എക്സിൻ്റെ അക്കൗണ്ടിലേക്ക് 5,000 റുപ്പീസ് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ പേയ്മെൻറ്റ് ഓഫ് ചെക്ക് ട്രാൻസ്ഫറിങ് ദ അക്കൗണ്ട് ടു ഒഫീഷ്യൽ റിസീവേഴ്സ് അക്കൗണ്ട്. ഒഫീഷ്യൽ റിസീവറിൻ്റെ അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന്, അതും പറ്റും അല്ലേ. ഇനി സി, പേയ്മെൻറ്റ് ഓഫ് ചെക്ക് സൈൻ ബൈ ഹിം ഓൺ ദ ഡേറ്റ് പ്രയോർ ടു ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് ഇൻസോൾവൻസി.
പെറ്റീഷൻ. അത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ബി. അതായത് 5000 റുപ്പീസ് വേണമെങ്കിൽ എക്സിൻ്റെ അക്കൗണ്ടിലേക്ക് വൈക്ക് 5000 റുപ്പീസ് ഇടാനും പറ്റും. അതേപോലെ ഒഫീഷ്യൽ റിസീവറിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അപ്പോൾ അത് രണ്ടുമാണ് ഈ മിസ്റ്റർ എക്സ് ഇൻസോൾവൻ്റ് ആയിട്ടുള്ള മിസ്റ്റർ എക്സിന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 160. In the context of issuing stopping payment on a check, who can initiate this transaction in an either or survivor account? Option A, only the survivor account holder. Option B, any one of the account holder. Option C, a third party attorney. Option D, the person who issued the check. അതായത് either and survivor account എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഉണ്ട്. ഈ അക്കൗണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ either സർവൈവർ അങ്ങനെ 2 വ്യക്തികളുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ജോയിൻ്റ് അക്കൗണ്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും ജോയിൻ്റ് അക്കൗണ്ടും ഈ either and സർവൈവർ അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ജോയിൻ്റ് അക്കൗണ്ടും either and സർവൈവർ അക്കൗണ്ടും തമ്മിൽ പ്രധാനമായിട്ട് ഒരു വ്യത്യാസമാണ് ഉള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ്റ് അക്കൗണ്ടിൽ നമുക്ക് എല്ലാ പാർട്ടീസും എഗ്രി ചെയ്താലേ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. പക്ഷേ either and സർവൈവർ അക്കൗണ്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് ഏതൊരു ട്രാൻസാക്ഷൻ വേണമെങ്കിലും ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു ചെക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തു, ഐതറോ സർവൈവറോ ആരെങ്കിലും ഒരാൾ ഇഷ്യൂ ചെയ്തു എന്ന് വിചാരിക്കാം. ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് ഈ ചെക്കിൻ്റെ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി വൺ ഓഫ് ദി അക്കൗണ്ട് ഹോൾഡർ. അതായത് ഏത് അക്കൗണ്ട് ഹോൾഡർ ഐതറിനോ സർവൈവറിനോ ആർക്ക് വേണമെങ്കിലും നമ്മൾക്ക് ചെക്കിൻ്റെ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ജോയിൻ്റ് അക്കൗണ്ടിലൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒരു ട്രാൻസാക്ഷൻ എഗ്രി ചെയ്താലേ ആ ട്രാൻസാക്ഷൻ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. പക്ഷേ either and സർവൈവർ അക്കൗണ്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തീരുമാനിക്കാം ട്രാൻസാക്ഷൻ നടത്തണോ വേണ്ടേ എന്നുള്ളത്. മനസ്സിലായോ? അതാണ് refers to operation of the account opened in 2 names with a bank. It means that any one of the account holder have powers to withdraw money from the account, issue check or stop payment instruction etc. അതായത് അക്കൗണ്ട് ഹോൾഡർ ഐതർ ആയാലും സർവൈവർ ആയാലും ആർക്ക് വേണമെങ്കിലും ചെക്ക് ഇഷ്യൂ ചെയ്യാനും അതേപോലെ തന്നെ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കാനും എല്ലാത്തിനും ഈ 2 വ്യക്തികൾക്കും ഒരേപോലെ തന്നെ അധികാരമുണ്ട്. ജോയിൻ്റ് അക്കൗണ്ട് പോലെയല്ല. ജോയിൻ്റ് അക്കൗണ്ടിൽ 2 പേരും അനുവദിക്കണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ ചെയ്താൽ തന്നെ ഓക്കെയാണ്. മനസ്സിലായോ? അതാണ് either and സർവൈവർ അക്കൗണ്ടിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എനി വൺ ഓഫ് ദി അക്കൗണ്ട് ഹോൾഡറാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാങ്കിങ് ക്വസ്റ്റ്യൻസ് CSEBക്ക് ചോദിച്ച ബാങ്കിങ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ഈ വീഡിയോയിലൂടെ പൂർത്തിയാവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.